ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പാണ് പോകുന്നത്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, KSRTCയുടെ വൺ ഡേ ട്രിപ്പാണ്. വെളുപ്പിനെ തന്നെ നമ്മുടെ പറൂർ ഡിപ്പോയിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് നീങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ മൈക്ക് കയ്യിലെടുത്തു. ആ ചേട്ടൻ നല്ലൊരു ഇൻട്രൊഡക്ഷൻ യാത്രയെപ്പറ്റി ഞങ്ങൾക്ക് തന്നു. ഇന്നത്തെ ട്രിപ്പിൻ്റെ ഡെസ്റ്റിനേഷൻസ് മാത്രമല്ല പറഞ്ഞു തന്നത്, ഓരോ സ്ഥലത്തെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു PSC ക്ലാസ് എന്ന പോലെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ചേട്ടൻ. അതിൻ്റെ കുറച്ച് ഭാഗം നിങ്ങളൊന്ന് കേട്ട് നോക്ക്. എന്താണ് മൂന്നാറ്? മൂന്നാറുകൾ, മൂന്ന് നദികൾ. ആറെന്നുള്ള പേര് തമിഴ് വേടാണ്, മനസ്സിലായ? ആ വേടിൽ നിന്നാണ് മൂന്നാറുണ്ടായത്. ഏതൊക്കെയാണ് നദികള്? കുണ്ടള, നല്ലതണ്ണി, മുതിരപ്പുഴ. ഈ മൂന്ന് നദികൾ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? മൂന്നാറായത്. പേരിന്റെ പിന്നിൽ തമിഴ് രണ്ടുണ്ട്, നമ്മളല്ല. അത് തന്നെയാണ് നമ്മുടെ പെരിയാറും. പെരിയാർ എങ്ങനെ വന്ന്? പെരിയാറ് വലിയ നദി, അത്രേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പെരിയാറിനെ പറ്റി? 244 കിലോമീറ്റർ നീളമുണ്ട് പെരിയാറിന്. 244 കിലോമീറ്റർ, 5 മുനിസിപ്പാലിറ്റി, 2-3 ജില്ലയും കയറിയാണ് ആ നദി. എവിടെ പോയി കയറുന്നത്? എവിടെ കയറുന്നത്? അമ്പലപ്പുഴയില, അറബിക്കടലിന്റെ മുൻപത്ത് പോയി അറബിക്കടലിൽ പോയി കയറും. അപ്പൊ നദികളും സ്ഥലങ്ങളും സംസ്കാരങ്ങളിലേക്ക് ഒരു നാടാണ്. അതാണ് സന്തോഷ് ജോർജ് ഇങ്ങനെ പറഞ്ഞത്, പോകുകയാണെങ്കിൽ ആദ്യം ഇന്ത്യ കറങ്ങിയിട്ടണം ബാക്കിയുള്ള നാടുകൾക്ക് ഇറങ്ങാം. കാരണം വൈവിധ്യങ്ങളുടെ നാടാണ്. ദൈവത്തിന്റെ സ്വന്തം നാടാണോ കേരളം? ഭംഗിയുണ്ടാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന്? ഭംഗിയുണ്ടല്ല, ദൈവങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നാടെന്നാണ് അർത്ഥം ശരിക്കും, അല്ലേ? എത്ര സമുദായങ്ങളാണ്, എത്ര ഗോത്രങ്ങളാണ്, ഒരുപാടുണ്ട്. ആ സമുദായത്തിൽപ്പെട്ടാണ് നമ്മളിപ്പോ പോകുന്ന മൂന്നാറിലെ പൊതുവാൻ സമുദായം. അവരുടെ കീഴിലായിരുന്നു മൂന്നാർ. അവരുടെ ആയിരുന്നു മൂന്നാർ. അവരുടെ 2 പേരാണ് കണ്ണനും തേവരും. ആ തേവരാണ് ദേവനായത്, അതാണ് കണ്ണൻ ദേവൻ. ഹിൽസ് ഇംഗ്ലീഷുകാർ, അതുകൊണ്ടാണ് ആ പേര് അതിന് കൊടുത്തത്. കണ്ണനും ദേവനും. പൊതുവാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ സ്ഥലമായിരുന്നു മൂന്നാറ്. ആ മൂന്നാറ് പൂഞ്ഞാർ രാജവംശം കൈയടക്കി, കുറെ വർഷങ്ങൾക്ക് ശേഷം കൈയടക്കി ഒരുപാട് നാളായിട്ട് അവർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഇംഗ്ലീഷുകാര് മേടിച്ച് സ്ഥലം മാറി 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 ഓരോ സ്ഥലത്തുനിന്നും മാറി രാജാക്കന്മാരുടെ ഇടയിൽ ഭരിക്കാറുണ്ട് ഇംഗ്ലീഷുകാർ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ് ഭരിച്ചുകൊണ്ടിരിക്കും. മദ്രാസിലെ ദിവാനായിരുന്ന ആർതർ വെല്ലസ്ലിയാണ് കമ്പമ്മേട് വഴി മൂന്നാർക്ക് ആദ്യമായിട്ട് കയറുന്നത്. ആ പുള്ളിക്കാരൻ എന്ത് ചെയ്ത് അവർക്കറിയാലോ, അവർ ട്രാവൽ ചെയ്യുന്നവരാണ്. വാസ്കോ ഡ ഗാമ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് എത്തിപ്പെട്ടത്. നമ്മളൊന്നും പോകില്ല, നമ്മളിപ്പോഴും മൂന്നാർ ആദ്യമായിട്ട് പോകണം. ഇപ്പൊ ഇതിനകത്ത് ഇവിടെ വരുന്നത് അല്ലേ? മൂന്നാർ കാണാത്തവരെ കുറെ പേരെ കണ്ടിട്ടുണ്ട്, ഇതുവരെ കാണാത്ത. നമ്മുടെ വീടിന്റെ അവിടെ 100 കിലോമീറ്റർ 120 കിലോമീറ്റർ നമ്മൾ പോവാറില്ല. കാരണം നമുക്ക് ട്രാവലല്ല പ്രശ്നം, നമുക്ക് ഫുഡ്, ഉറക്കം, പിന്നെ പഠിക്കല്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ചേട്ടൻ്റെ ക്ലാസ്സൊക്കെ കേട്ടതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടലിൽ വണ്ടി ഒതുക്കി തന്നു. ഞാനും അച്ഛനും അമ്മയും പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫുമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 5 പേരും 5 ടൈപ്പ് ഫുഡാണ് ഓർഡർ ചെയ്തത്. നല്ല ഫുഡ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി. അപ്പോഴാണ് ഞങ്ങളുടെ കണ്ടക്ടർ ചേട്ടൻ്റെ അടുത്ത ഒരു കഴിവ് പുറത്തേക്ക് വന്നത്. അദ്ദേഹം നല്ലൊരു പാട്ടുകാരൻ കൂടിയായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ കേട്ടും പാടിയും ഒക്കെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ കാന്തല്ലൂർ, മറയൂരാണ്. ഈ മൂന്നാറ്, കാന്തല്ലൂർ, മറയൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് പോകുന്നവർ ആദ്യം പോകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ചീയപ്പാറ വാട്ടർഫോൾസ്. ഞങ്ങളും പതിവ് തെറ്റിക്കാണ്ട് അങ്ങോട്ട് തന്നെയാണ് ആദ്യം പോയത്. മഴക്കാലം ആയിരുന്നിട്ടും ഞാൻ പ്രതീക്ഷിച്ചത്രയൊരു വെള്ളച്ചാട്ടം അവിടെ കാണാൻ സാധിച്ചില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എത്ര തവണ പോയാലും മടുപ്പ് തോന്നാത്ത സ്ഥലങ്ങളാണ് വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ മലകളും കുന്നുകളൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ. അങ്ങനെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മഴ കിട്ടി. അപ്പം ഞങ്ങൾ കരുതി യാത്ര കുളമാകുന്നു. പക്ഷേ എന്തോ ദൈവാധീനം കൊണ്ട് യാത്ര നല്ല ഭംഗിയായിരുന്നു.
അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ മറയൂറുള്ളൊരു ഹോട്ടലിലെത്തി. മഴയായതുകൊണ്ട് കുടയൊക്കെ എടുത്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് നടന്നു. അപ്പം നമ്മുടെ ലഞ്ച് ഈ ട്രിപ്പിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മളോട് ആദ്യമേ പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും അവസാനം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ചോറും നാടൻ കറികളും അതുപോലെ മീൻകറി, മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഊണായിരുന്നു. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബസ്സിലുള്ളവരെ ഓരോ ജീപ്പുകളിലായിട്ട് കയറ്റി. ഇനിയുള്ളത് ഓഫ് റോഡ് ട്രിപ്പാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കുറച്ച് ദൂരം ഓഫ് റോഡാണ്, ബാക്കിയൊക്കെ നല്ല കണ്ടീഷനായിട്ടുള്ള റോഡാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ് തന്നെ പിടിച്ചു. ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ ബസ് പറൂർ ഡിപ്പോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ പല പല ഡിപ്പോയിൽ നിന്നും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ബസ്. അപ്പോൾ ഓരോ ബസ്സിലുള്ളവരും ഇതുപോലെ ഓരോ ജീപ്പുകളിലായിട്ട് അടുത്ത യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ്. പക്ഷേ പോകുന്ന വഴി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഒരു ഓഫ് റോഡായിരുന്നു. അങ്ങനെ ആ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി. ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ലൊരു കോട അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കയറിയതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങളെ നേരെ കൊണ്ടുപോയത് സാൻഡൽ ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ സാൻഡൽ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ കുറേ മാനുകളെയും അതുപോലെ തന്നെ കുരങ്ങുകളെയൊക്കെ കണ്ടു. ഈ കാണുന്നതെല്ലാം ചന്ദന മരങ്ങളാണ്. ഓരോ മരത്തിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാ മരത്തിനും അത് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാൻഡൽ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങളെ നേരെ കൊണ്ടുപോയത് ഈ വെള്ളച്ചാട്ടം കാണാനായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിന് താഴെ സേഫായിട്ട് നിന്ന് കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങളെ കൊണ്ടുപോയത് ശർക്കര ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതെന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മറയൂർ ശർക്കര എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ ശർക്കര ഉണ്ടാക്കുക മാത്രമല്ല അതിൻ്റെ വിൽപ്പന കൂടി ഉണ്ടായിരുന്നു. ശർക്കര ഉണ്ടയായിട്ടും അതുപോലെ തന്നെ ശർക്കര പൊടിയായിട്ടും ശർക്കര പാനിയായിട്ടും ഒക്കെ ഇവിടെ കടയിൽ ലഭ്യമായിരുന്നു. അങ്ങനെ ശർക്കരയൊക്കെ മേടിച്ച് അവിടെ നിന്ന് തിരിച്ച് നടന്നപ്പോഴാണ് കരിമ്പിൻ ജ്യൂസിൻ്റെ കട കണ്ടത്. എന്നാൽ പിന്നെ ഓരോ ഗ്ലാസ് കരിമ്പിൻ ജ്യൂസും കുടിക്കാമെന്ന് കരുതി. അതിനുശേഷം ഞങ്ങളെ കൊണ്ടുപോയത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനിലേക്കാണ്. അതും നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. അതുകൂടാതെ അവിടെ ഏറുമാടവും അതുപോലെ തന്നെ കുതിര സവാരിക്കൊക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നിറങ്ങിയ ഞങ്ങൾ നേരെ പോയത് സ്ട്രോബെറി ഫാമിലേക്കാണ്. സ്ട്രോബെറി ഉണ്ടാവുമെന്ന് കരുതിയെങ്കിലും സീസൺ അല്ലാത്തതുകൊണ്ട് ചെടി മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ആ ഫാമിലും നമ്മൾ നേരത്തെ ശർക്കര വിൽപ്പന കണ്ടതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ചോക്ലേറ്റ്, ജാം, സ്ക്വാഷ്
അതുപോലെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 6-6:30 ആയപ്പോഴത്തേക്കും ഞങ്ങളെ തിരിച്ച് ബസ്സിൽ കൊണ്ടുവിട്ടു. എല്ലാവരും അത്യാവശ്യം ടയേർഡായിരുന്നു. എന്നാൽ കൂടി എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. നമ്മുടെ സ്വന്തം KSRTCയും അതുപോലെ തന്നെ KTTCയും ചേർന്നാണ് ഈ ഒരു ട്രിപ്പ് നടത്തുന്നത്. നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ അടുത്തുള്ള KSRTC ഡിപ്പോയിലൊന്ന് അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്ര. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ.